Good evening, Miss. ഓഡിബിൾ അല്ലേ? Audible ആണ്. ഓക്കെ. എൻ്റെ പേര് സഫ്ന. ഞാൻ CS-ലെ ഫാക്കൽറ്റിയാണ്. നിങ്ങൾക്ക് എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാനാ എടുക്കുന്നത്. നിങ്ങൾ ടോട്ടല് 25 ആണല്ലേ സ്ട്രെങ്ത് വരണേ? ട്വന്റി 25 സ്റ്റുഡൻസ് അല്ലേ ഉള്ളത്? ഓക്കെ. നമ്മുടെ ഈ സബ്ജക്റ്റ് ക്രെഡിറ്റ് 2 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ആണ്. നോർമൽ യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേണിലുള്ള എക്സാം തന്നെ വരിക. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച എത്തിക്സ് പോലെ അല്ല കേട്ടോ. ക്രെഡിറ്റ് 2 ഉള്ള നോർമലായിട്ട് യൂണിവേഴ്സിറ്റി എക്സാം ഉള്ള പേപ്പർ തന്നെയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂള് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മൊഡ്യൂൾ 1-ൽ വരുന്ന ടോപ്പിക്സ് ബേസിക് എക്കണോമിക് കോൺസെപ്റ്റ്സ്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമാൻഡ്, law of supply, elasticity, measurement of elasticity and its applications, equilibrium, changes in demand and supply and its effects, production function, law of variable proportion, economies of scale, internal and external economies, Cobb-Douglas production function. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. ജസ്റ്റ് നമുക്ക് മൊഡ്യൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡ് ഓക്കെ. എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് ഒറിജിൻ ആണ് ആക്ച്വലി. എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡിന്റെ എക്കണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. അപ്പം ഏർലി ടൈമിൽ എക്കണോമിക്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിനെ കുറിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിനെ ബേസ് ചെയ്ത് മാത്രമാണ് എക്കണോമിക്സ് ഏർലി ടൈംസിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ലേറ്റർ ഒരു 1776 ഒക്കെ ആയപ്പോൾ നമ്മുടെ എക്കണോമിക്സിന്റെ ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത് സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആഡം സ്മിത്ത് ആണ്. സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിന്റെ ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം 1776 ഒക്കെ ആയപ്പോൾ ഈ എക്കണോമിക്സിന്റെ ഫാദർ ആയിട്ടുള്ള ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞ ബുക്കിലാണ് ഈ സബ്ജക്റ്റിന്റെ റെലവൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്.
ആഡം സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോട്ടിഷ് എക്കണോമിസ്റ്റിന്റെ ബുക്കാണത്. ഹീ ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഏർലി ടൈംസിൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പിന്നെ ലേറ്റർ ഒരു 1776 ഒക്കെ ആയപ്പോഴാണ് ഇതിന്റെ റെലവൻസ് കൂടുതൽ പബ്ലിക്കിലേക്ക് അവെയർ ആയി തുടങ്ങിയത്. ഇനി എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക് സ്റ്റഡീസ് ഹൗ ദ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽസ് യൂസ് ദ ലിമിറ്റഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദി അൺലിമിറ്റഡ് വാണ്ട്സ്. ഇപ്പം നമുക്കറിയാം ഹ്യൂമൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആണ്. പക്ഷെ അത് എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് അവൈലബിൾ അല്ല. എക്കണോമിക്സിൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മണിയാണ് റിസോഴ്സസ്. എക്കണോമിക്സിലെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് മണി. അപ്പൊ ഇപ്പൊ ഒരാളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി എന്ന് പറയുന്നത് 50,000 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ 50,000-നുള്ളിൽ തന്നെ നിന്ന് ആള് ചെലവ് ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ആ ബഡ്ജറ്റിന് ബിയോണ്ട് ആയിട്ട് ചെലവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മുടെ എക്കണോമിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് നമ്മുടെ അൺലിമിറ്റഡ് വാണ്ട്സിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ളതാണ് എക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യണ കാര്യം. എക്കണോമിക് സ്റ്റഡീസ് ഹൗ ദ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽസ് യൂസ് അൺലിമിറ്റഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദി ലിമിറ്റഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദി അൺലിമിറ്റഡ് വാണ്ട്സ്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം എന്ന് നിർബന്ധമില്ല നമ്മുടെ വിത്തിൻ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട്. പക്ഷെ ആ ലിമിറ്റഡ് റിസോഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അൺലിമിറ്റഡ് വാണ്ട്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളത് പഠിപ്പിക്കുന്നതാണ് എക്കണോമിക്സ്. അതാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലാണ്. അതായത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഓർ സെൻട്രൽ പ്രോബ്ലംസ് ഇൻ ആൻ എക്കോണമി. മെയിൻ ആയിട്ട് 4 ബേസ്. ഹലോ ഹലോ ഓക്കെ. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് ഇൻ ആൻ എക്കോണമി, അതാണ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് മെയിൻ ആയിട്ട് 4 എക്കണോമിക് ഇഷ്യൂസ് ആണുള്ളത്. അത് എൻറ്റയർ കൺട്രീസിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം നമുക്കറിയാം 190 above കൺട്രീസ് ഉണ്ട്. ഇപ്പം ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്. അപ്പം ഏത് കൺട്രി കൺസിഡർ ചെയ്താലും ഈ 4 എക്കണോമിക് ഇഷ്യൂസ് കൺട്രീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ ഓൾറെഡി ആ ഇഷ്യൂസിനെ ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ ആ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആകുമ്പോഴത്തേക്കും ഈ 4 എക്കണോമിക് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടാവും, ബട്ട് ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലം. അപ്പം 4 ഇഷ്യൂസ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. അപ്പൊ ബേസിക് ആയിട്ടുള്ള 4 എക്കണോമിക് ഇഷ്യൂസ് ആണ് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, fuller utilization of resources, growth of resources and problem of efficiency. ഇങ്ങനെ 4 പ്രോബ്ലം ഉള്ളത്. The problem of allocation of resources, the problem of fuller utilization of resources, the problem of growth of resources and the problem of efficiency. അങ്ങനെ 4 പ്രോബ്ലംസ്, 4 ബേസിക് എക്കണോമിക് ഇഷ്യൂസ് ആണുള്ളത്. ഈ 4 ബേസിക് എക്കണോമിക് ഇഷ്യൂസും ഉണ്ടാവാനുള്ള ബേസിക് കൺസേൺ എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, അതായത് നമുക്കറിയാം അൺലിമിറ്റഡ് വാണ്ട്സ് ആണ് ഹ്യൂമൻസിലുള്ളത്, പക്ഷെ ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു
സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. സ്കേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് എന്താണ് ആക്ച്വലി? അതായത് റിസോഴ്സസിന്റെ ലഭ്യത കുറവിനാണല്ലോ നമ്മൾ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് വരുന്നത് മൂലമാണ് ഈ 4 എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത്. ബേസിക് റീസൺ അതാണ്. ഇനി അതില് 4 ഇഷ്യൂസില് ഫസ്റ്റ് ഇഷ്യൂ ആണ് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പം എല്ലാ കൺട്രീസും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെവലപ്ഡും അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിലും ഈവൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഏത് കൺട്രീസ് ആണെങ്കിലും കൺസേൺ, അവരുടെ മേജർ കൺസേൺ ആണ് ഹൗ ടു അലോക്കേറ്റ് റിസോഴ്സസ് ഇഫക്റ്റീവ്ലി വിത്തൗട്ട് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. അതായത് റിസോഴ്സസിനെ പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം. കാരണം റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് ഇല്ലാണ്ട് അലോക്കേറ്റ് ചെയ്യാന്നുള്ളത് എല്ലാ കൺട്രീസും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ആക്ച്വലി. അപ്പോൾ ഈ നമ്മുടെ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ള ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. 3 questions have to be addressed in order to solve the problem of allocation of resources. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ആദ്യമേ പറയാം. കോവിഡിന്റെ ടൈം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കോവിഡിന്റെ ടൈമിൽ നമുക്ക് ഏറ്റവും അതിനു മുന്നേ ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആണ്, പക്ഷെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. അപ്പം ഇപ്പൊ ഈ മനുഷ്യന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ വാണ്ട്സും ഗവൺമെന്റിന് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് മെയിൻ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നത് കറന്റ്ലി ഏറ്റവും അത്യാവശ്യമുള്ളത് എന്ത് നീഡാണോ ആ നീഡ്സ് ആണ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ ഈ കോവിഡിന്റെ ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഉണ്ടായിരുന്നത് എന്താണ്? കോവിഡ് വാക്സിൻ, അതിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ടൈമിൽ മറ്റേ എന്താണ്, ഇപ്പൊ ഗവൺമെന്റ് കൂടുതലായിട്ട് ആ കോവിഡ് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഫോക്കസ് കൂടുതൽ അങ്ങോട്ടേക്ക് പോകും. അല്ലാണ്ട് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നെയ്ബറിംഗ് കൺട്രീസിൽ നിന്നൊക്കെ എക്സ്റ്റേണൽ ത്രെറ്റ് ഉള്ള സമയമാണെങ്കിൽ മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഫണ്ട് അലോക്കേറ്റ് ചെയ്യും. അപ്പം വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ള ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കറന്റ് നീഡ്സ് ഓഫ് ആൻ എക്കോണമി. അപ്പോൾ ഗവൺമെന്റ് പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു ദി കറന്റ് നീഡ്സ് ഓഫ് ആൻ എക്കോണമി. അതാണ് പറയാൻ വന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ വേസ്റ്റേജ് ഇല്ലാതെ അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ വേസ്റ്റേജ് ഇല്ലാണ്ട് അലോക്കേറ്റ് ചെയ്യാൻ നേരത്ത് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അഡ്രസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ റീസൺ അല്ലെങ്കിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇക്കോണമിയുടെ കറണ്ട് നീഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ 2 എക്സാമ്പിൾസ് പറഞ്ഞു, കോവിഡിന്റെ ടൈമുള്ള കാര്യം, എക്സ്റ്റേണൽ ത്രെറ്റ് വരുമ്പോൾ ഉള്ള കാര്യം. ജസ്റ്റ് 2 എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ കറണ്ട് നീഡ്സ്, ഇക്കോണമിയുടെ കറണ്ട് നീഡ്സിനനുസരിച്ചാണ് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഈ സെക്കൻഡ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ഹൗ ടു പ്രൊഡ്യൂസ് പറയുന്നതിന് മുന്നേ എക്കണോമിക്സിൽ എക്കണോമിക് റിസോഴ്സസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4 ഇൻപുട്സ് ആണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. എക്കണോമിക് റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് എക്കണോമിക്സിൽ പറയുന്നത് 4 കാര്യങ്ങളെയാണ്. ലാൻഡ്,
labor, capital and entrepreneurship. ഈ 4 എക്കണോമിക് റിസോഴ്സസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്, അതിലെ ഏറ്റവും മെയിൻ ആയിട്ട് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഇപ്പം ഹൗ ടു പ്രൊഡ്യൂസ് വരുമ്പോൾ നമുക്ക് ഈ ലേബറും ക്യാപിറ്റലും അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. ലേബറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണ എല് വെച്ചിട്ടും ക്യാപിറ്റൽ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ കെ വെച്ചിട്ടുമാണ്. ലേബർ എന്ന് പറയുമ്പോൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫോർ വർക്ക് ആയിട്ടുള്ള, അതായത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ലേബർ എന്ന് പറയുന്നത്. മെന്റലി ആൻഡ് ഫിസിക്കലി വർക്ക് ചെയ്യാൻ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മുടെ ലേബർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മാൻമെയ്ഡ് എയ്ഡ്സിനും നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ മാൻമെയ്ഡ് എയ്ഡ്സിനെയും നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെഷീൻ, ബിൽഡിങ്സ്, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം ക്യാപിറ്റൽ ആണ്. അപ്പം ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണോ ആവശ്യമുള്ളത്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണോ യൂസ് ചെയ്യണേ എന്നുള്ളതാണ് ഹൗ ടു പ്രൊഡ്യൂസിൽ നമ്മൾ പറയുന്നത്. ഇപ്പം ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള, ഇപ്പം അമേരിക്ക പോലത്തെ കൺട്രീസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ് ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മുടെ ഇന്ത്യ പോലത്തെ കൺട്രി ആണെങ്കിൽ കൂടുതലും ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആ ചൂസ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ടും ഇവിടെ ക്യാപിറ്റല് ഇവര് ഇന്ത്യനെ സംബന്ധിച്ച് കുറച്ച് പ്രോബ്ലം ആണല്ലോ. അപ്പോൾ ഭയങ്കര ലാവിഷായിട്ടുള്ള കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ് കൂടുതലും യൂട്ടിലൈസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഇന്റൻസീവ് ഓഫ് പ്രൊഡക്ഷനേക്കാളും കൂടുതലായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നുള്ളത്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. അത് സൊസൈറ്റി അല്ലെങ്കിൽ ഫോർ ദി ഹൗസ് ഹോൾഡ്, സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം 4 എക്കണോമിക് പ്രോബ്ലംസ് ആണ് ഞാൻ പറഞ്ഞത്. അതിലെ ഫസ്റ്റ് വൺ ആണ് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളത്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് വേസ്റ്റേജ് ഇല്ലാണ്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസിൽ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദി കറന്റ് നീഡ്സ് ഓഫ് ആൻ എക്കോണമി. എക്കോണമിയുടെ കറണ്ട് നീഡ്സിനെ ബേസ് ചെയ്താണ് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പിന്നെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത്, ലേബർ ഇന്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണോ എന്നുള്ളത് അത് അക്കോർഡിംഗ് ടു ദി അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ അത് ഡിസൈഡ് ചെയ്യും. പിന്നെ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ ആണെങ്കിൽ കൂടുതലും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക് യൂസ് ചെയ്യും. ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് യൂസ് ചെയ്യും. ഇനി ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ടും സൊസൈറ്റി ആൻഡ് ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി സെക്കൻഡ് എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നതാണ് ദ പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ദ പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടും റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുക, അതായത് ഒട്ടും വേസ്റ്റേജ് വരാത്ത രീതിയിൽ ഒപ്റ്റിമം യൂസേജ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്ക് ഓൾറെഡി അറിയാം റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് വേസ്റ്റേജ് പാടില്ല. അപ്പോൾ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടും റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത തേർഡ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്.
തേർഡ് പ്രോബ്ലം ആണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇപ്പം അതായത് എക്കണോമിക്സിൽ റിസോഴ്സസ് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നാൽ മാത്രമാണ് റിസോഴ്സസ് ഗ്രോ ചെയ്യുള്ളൂ. എക്കണോമിക്സിൽ റിസോഴ്സസ് കൂടണം, ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ റിസോഴ്സസ് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വരണം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വന്നു കഴിയുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെ റിസോഴ്സസ് ഇൻക്രീസ്ഡ് ആവും, ദെയർബൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഇംപ്രൂവ്ഡ് ആവും. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലം ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, അതായത് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇറ്റ് ഈസ് ത്രൂ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വേർ ആൻ എക്കോണമി ഇൻക്രീസ് ദ റിസോഴ്സ് ലിമിറ്റ്. എക്കണോമിക് ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെയർബൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആ കൺട്രിയുടെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ആ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് പ്രോബ്ലം ആയിട്ട് ഞാൻ പറഞ്ഞത് ദ പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി ആണ്. അതായത് എഫിഷ്യന്റ് ആയിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്താൽ ആ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മെയിൻ ആയിട്ട് പറഞ്ഞത് 4 എക്കണോമിക് പ്രോബ്ലംസ് ആണ്. അത് ഏതൊക്കെയാ 4 എക്കണോമിക് പ്രോബ്ലംസ്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, 4 എക്കണോമിക് പ്രോബ്ലംസ് പറഞ്ഞത് ഏതൊക്കെയാ? ആദർശ് കൃഷ്ണ, ഫസ്റ്റ് റോൾ നമ്പർ ആദർശ് കൃഷ്ണ അല്ലേ? അതെ. 4 എക്കണോമിക് പ്രോബ്ലംസ് ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ, 4 എണ്ണം പറഞ്ഞത്. സ്ക്രീൻ കാണാമോ? നോക്കിയിട്ട് പറഞ്ഞാലും മതി. The problem of allocation of resources, the problem of fuller utilization of resources, the problem of growth of resources, and the problem of efficiency. അങ്ങനെ 4 എക്കണോമിക് പ്രോബ്ലംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ബേസിക് കൺസേൺ എന്താണ്? അജയ് കുമാർ ഉണ്ടോ? അജയ് കുമാർ, നെക്സ്റ്റ് വൺ. ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള ബേസിക് കൺസേൺ എന്താ? എന്നാ അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞേ. Limited resources and unlimited wants. ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് വാണ്ട്സ്
that leads to scarcity of resources. Main concern എന്ന് പറയുന്നത് റിസോഴ്സസിന്റെ ലഭ്യത കുറവാണ്, സ്കേഴ്സിറ്റി ആണ് ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ഇപ്പം ഈ 4 എക്കണോമിക് ഇഷ്യൂസിന് റീസൺ സ്കേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ സ്കേഴ്സിറ്റി എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. Scarcity means that resources are not available in the required quantity to satisfy all the wants and needs. Since we face scarcity, people have to make choice between goods and services. അതായത് scarcity എന്ന് പറയുമ്പോൾ റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ റിസോഴ്സസ് അവൈലബിൾ അല്ലാണ്ട് വരുന്നു. അപ്പൊ നമ്മുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാണ്ട് വരുന്ന കേസാണ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ സ്കേഴ്സിറ്റി വരുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ പോയി 10 ടൈപ്സ് ഓഫ് ഷൂസ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ ഷൂസും വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് പോസിബിൾ അല്ലല്ലോ, കാരണം നമുക്ക് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഇവിടെ എക്കണോമിക്സിൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മണിയാണല്ലോ. അപ്പം റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. പക്ഷെ അങ്ങനെ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ആ 10 ഷൂവും 10 എണ്ണം വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മൾ ചോയ്സ് എടുക്കും. അതിൽ നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത് ആ ഒറ്റ ഷൂ അല്ലേ നിങ്ങൾ വാങ്ങാൻ പോകുന്നത്. അപ്പം സ്കേഴ്സിറ്റി വരുമ്പോൾ ദെയർബൈ അവിടെ ഒരു ചോയ്സും വരും. അപ്പം സ്കേഴ്സിറ്റി വരുമ്പോൾ അവിടെ ചോയ്സിനും ഇമ്പോർട്ടൻസ് വരും. കാരണം എന്താ വെച്ചാൽ റിസോഴ്സസ് നിങ്ങൾക്ക് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ചോയ്സ് എടുത്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട്. അപ്പം ഈ അതൊരു ഹ്യൂമൻ ബിഹേവിയർ ആണല്ലോ. അപ്പൊ ആ ഹ്യൂമൻ ബിഹേവിയർ, അങ്ങനെയുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലയണൽ റോബിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ്. ഹിസ് ബുക്ക് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്, ആ ബുക്കിൽ ഈ ഒരു നേച്ചർ അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ് എന്താണെന്നാ പറഞ്ഞുള്ളൂ. സ്കേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അത്ര റിസോഴ്സസ് അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻ ആണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം ആളുകൾ സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചോയ്സ് എടുക്കും. അതിനുള്ള എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം 10 ഷൂസ് ഒരു ഷോപ്പിൽ പോയപ്പോൾ 10 ഷൂസ് കണ്ടു, പക്ഷെ അതിൽ നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതായത് ഒരെണ്ണം ചോയ്സ് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന അടുത്തതായിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ PPF. രണ്ട് പേര് പറയും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുമ്പോൾ ഇപ്പം എക്സാമ്പിൾ ആദ്യമേ ഞാൻ പറയാം. ഒരു കൺട്രി കൺസിഡർ ചെയ്തു. ഇപ്പം ഇന്ത്യ ആണെന്ന് വിചാരിച്ചോ, ഒരു കൺട്രി കൺസിഡർ ചെയ്തു. അപ്പൊ അവിടെ ആകെ 2 കമ്മോഡിറ്റീസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 2 കമ്മോഡിറ്റീസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, വീറ്റ് ആൻഡ് റൈസ് ഓർ എക്സ് ആൻഡ് വൈ. ഒന്നല്ലെങ്കിൽ വീറ്റ് ആൻഡ് റൈസ് എന്ന് എടുക്കുക, അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ, ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ. ഏതെങ്കിലും 2 കമ്മോഡിറ്റീസ് മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജി, അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് യൂസ് ചെയ്ത് റിസോഴ്സസ് ഫുള്ളായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ 2 കമ്മോഡിറ്റി മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഇതിന്റെ തന്നെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്ക് എടുക്കാമല്ലോ. പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ഈ 2 കമ്മോഡിറ്റീസിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് എടുക്കാനായിട്ട് പറ്റും.
അപ്പൊ ആ ഡിഫറെന്റ് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ PPC കർവ് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ PPC കർവിന്റെ അസംഷൻസ് എന്ന് പറയുമ്പോൾ only two commodities, രണ്ട് കമ്മോഡിറ്റീസേ ഉണ്ടാവാൻ പാടുള്ളൂ. ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടായിരിക്കണം ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നെ തേർഡ് വൺ, ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സ് ഫുൾ ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യുകയും വേണം. അപ്പം ഈ PPC അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ which shows various combinations of two commodities that can be produced with latest technology available and within given resources utilized fully and efficiently. രണ്ട്, അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പം ഒരു കൺട്രിയിൽ രണ്ട് കമ്മോഡിറ്റീസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ വീറ്റ് ആൻഡ് റൈസ് അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ എന്ന് എടുക്കുക. ആ രണ്ട് കമ്മോഡിറ്റീസ് മാത്രം ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്ത് വേസ്റ്റേജ് ഇല്ലാണ്ട് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഈ പറഞ്ഞ രണ്ട് പ്രോഡക്ട്സും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം ഈ രണ്ട് കമ്മോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പോയിന്റ്സിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഡിഫറെന്റ് പോയിന്റ്സിനെ കാണിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ PPC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ യൂസ് ചെയ്തിട്ടാ. നിങ്ങൾക്ക് എന്താണ് സ്ക്രീനിൽ കാണാമോ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിലെ ഫസ്റ്റ് കോളം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആ തന്നിരിക്കുന്നത്. ആ ടേബിൾ മാത്രം നോക്കുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി PABCDEP' എന്ന് പറഞ്ഞ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കാണിക്കുന്ന ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആയിട്ട് തന്നിട്ടുള്ള പോയിന്റുകൾ PABC എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് രണ്ട് കോളംസ് ഉണ്ട്, ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ. ആ എക്സ് ആൻഡ് വൈ എന്നുള്ളത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസ് ആണ്. എക്സ് ആൻഡ് വൈ എന്നുള്ളത് രണ്ട് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യണ കാര്യം പറഞ്ഞില്ലേ, ആ രണ്ട് കമ്മോഡിറ്റീസ് ആണ് എക്സ് ആൻഡ് വൈ എന്നുള്ളത്. നിങ്ങൾ ആ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് P എന്ന് പറഞ്ഞ പോയിന്റ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലെ P എന്ന് പറഞ്ഞ പോയിന്റിന്റെ നേരെ ഗുഡ് എക്സ് 0യും ഗുഡ് വൈ 21 ആണ് തന്നിരിക്കുന്നത്. ഗുഡ് എക്സ് 0, ഗുഡ് വൈ 21. That means Y എന്ന് പറഞ്ഞ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻറ്റയർ എക്സിനെ യൂട്ടിലൈസ് ചെയ്തു. അതുകൊണ്ടാണല്ലോ എക്സ് 0 ആയിട്ടുള്ളത്. ഫസ്റ്റ് കോമ്പിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, Y എന്നുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ Y എന്നുള്ള കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എൻറ്റയർ എക്സ് യൂസ് ചെയ്തു. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 0 ആയിട്ടിരിക്കുന്നത്. ഇനി അതിന്റെ അടുത്ത A എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ പോസിബിലിറ്റി പോയിന്റ് എടുക്കുകയാണ്. അപ്പോ ഗുഡ് എക്സ് എന്ന് പറയുന്നത് 1ഉം ഗുഡ് വൈ 20 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി എക്സ് എന്ന് പറഞ്ഞ ഗുഡ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വൈ എന്ന് പറഞ്ഞ ഗുഡ് ഒരു യൂണിറ്റ് കുറയ്ക്കുകയല്ലേ ചെയ്തത്. 21 വൈ 20 ആയി, എക്സ് 0 1 ആയി. അതായത് എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ ഒരു യൂണിറ്റ് കുറച്ചു. ഇനി അടുത്ത പോയിന്റ് കൺസിഡർ ചെയ്യാണ് ബി കൺസിഡർ ചെയ്യുമ്പോൾ വാല്യൂ വരുന്നത് 2 and 18. അഗെയിൻ എക്സ് എന്ന് പറഞ്ഞ ഗുഡിന്റെ ഒരു യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ അഗെയിൻ കുറച്ചു. അപ്പം ഇവിടെ ഈ ഒരു എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു പ്രോഡക്റ്റ് കാര്യമായിട്ട് കുറയ്ക്കുക ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷന് വേണ്ടി മറ്റൊരു പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്തു, അതായത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക ചെയ്തിരിക്കുന്നത്. എക്സ് ഗുഡ് എക്സ് 0 1 2 3 4 5 6 അങ്ങനെ ഓരോ യൂണിറ്റ് കൂടി വരുന്നു.
അറ്റ് ദ സെയിം ടൈം ഗുഡ് ബൈ നോക്കുകയാണെങ്കിൽ 21-ന് 20, 18, 15, 11, 6 അങ്ങനെ കുറഞ്ഞു വന്ന് അറ്റ് ലാസ്റ്റ് ഒരു പോയിന്റിൽ എത്തിയപ്പോൾ, അതായത് പി ഡാഷ് എന്ന് പറഞ്ഞ പോസിബിലിറ്റി പ്രൊഡക്ഷൻ പോസിബിലിറ്റി പോയിന്റിൽ എത്തിയപ്പം ഗുഡ് എക്സ് 6 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഗുഡ് വൈ അപ്പൊ അവിടെ എന്തായി? 0 ആയി. അതായത് വൈ എന്ന് പറഞ്ഞ എൻറ്റയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ അതിന്റെ 6 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ആകെ മനസ്സിലാക്കാനുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ യൂസ് ചെയ്യുമ്പം 3 അസംഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. 2 കമ്മോഡിറ്റീസേ പാടുള്ളൂ. ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടായിരിക്കണം ആ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതും റിസോഴ്സസ് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈ ടേബിൾ നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ നോക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓരോ പോയിന്റിലും ഗുഡ് എക്സിനും ഗുഡ് വൈക്കും എന്താ പറ്റിയേക്കുന്നത് എന്നുള്ള, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ ടേബിളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു ഗുഡിന്റെ പ്രൊഡക്ഷന് വേണ്ടി മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കുറച്ച് വന്നിരിക്കുകയാണ്. അപ്പം ഒരു ഗുഡിന്റെ പ്രൊഡക്ഷന് വേണ്ടി മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കാണിച്ചിട്ടുള്ളത്. അതും പ്രൊഡക്ഷന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി ആ കർവ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതില് കർവിന്റെ മുകളിലുള്ള പോയിന്റ്സ് ഓൺ ദ കർവ് എന്ന് പറയുന്നത് പി, എ, ബി, സി, ഡി, ഇ ഇതൊക്കെ പോയിന്റ്സ് ഓൺ ദ കർവ് ആണ്. അപ്പം അതിന് അറ്റൈനബിൾ ഔട്ട്പുട്ട് കോമ്പിനേഷൻ എന്ന് പറയും. കർവിന്റെ മുകളിൽ വന്നിട്ടുള്ള പോയിന്റ്സ് ഓൺ ദ കർവിനെയൊക്കെ നമ്മൾ അറ്റൈനബിൾ ഔട്ട്പുട്ട് കോമ്പിനേഷൻ എന്ന് പറയും. ഇനി അവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ജി എന്ന് പറഞ്ഞ പോയിന്റ്. അതും കർവിന്റെ ബിയോണ്ട് ആയിട്ടാ വന്നിരിക്കുന്നത്. അതായത് എബവ് ദ കർവ്. അതായത് ജി എന്ന് പറഞ്ഞ പോയിന്റ് വിച്ച് ഈസ് ദ പോയിന്റ് എബവ് ഓർ ബിയോണ്ട് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ദാറ്റ് ഷോസ് പോയിന്റ് കനോട്ട് ബി അറ്റൈൻഡ് ബിയോണ്ട് ദ സ്കോപ്പ്. അതായത് ആ ജി എന്ന് പറഞ്ഞ പോയിന്റ് ആക്ച്വലി അൺഅറ്റൈനബിൾ ഔട്ട്പുട്ട് കോമ്പിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അൺഅറ്റൈനബിൾ ഔട്ട്പുട്ട് കോമ്പിനേഷൻ ആ പോയിന്റ് നമുക്ക് അതായത് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ആണ്. അതാണ് കർവിന്റെ പുറത്ത് വന്നിരിക്കുന്നത്. ഇനി കർവിന്റെ അകത്ത് വന്നിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, എഫ് എന്ന് പറഞ്ഞൊരു പോയിന്റ്. അത് ഇൻസഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് കാണിക്കുന്നത്. അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് നമ്മുടെ റിസോഴ്സ് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അതിൻ്റെ അകത്ത് എക്സ് ആക്സിസിൽ ഗുഡ് എക്സും വൈ ആക്സിസിൽ ഗുഡ് വൈയുടെ പ്രൊഡക്ഷനും കാണിച്ചിട്ടുള്ളത്. അതും ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ. അപ്പം അതിന്റെ ഒരു അതിന്റെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കർവ്. അതായത് എക്സും വൈയും ഇല്ലേ, എക്സ് വൈ ആക്സിസിൽ ഗുഡ് എക്സ് ആക്സിസിൽ ഗുഡ് എക്സും വൈ ആക്സിസിൽ ഗുഡ് വൈയും. ഈ ടേബിളിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് ആ പോയിന്റ്സ് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു അതായത് ഫിഗറിൽ തന്നിട്ടുള്ള പോലത്തെ കോൺകേവ് ഷേപ്പിലുള്ള ഒരു കർവാണ്. അപ്പൊ അതിൽ കുറെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് 3 പോയിന്റ്സ്. അതായത് പോയിന്റ്സ് ഓൺ ദ പി പി സി ആണെങ്കിൽ വിച്ച് ഷോസ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പോയിന്റ്സ് ഓൺ ദി കർവ് കാണിക്കുന്നത്. അതാണ് അറ്റൈനബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കോമ്പിനേഷൻ. ഇനി പോയിന്റ് എബവ് ഓർ ബിയോണ്ട് ദ കർവ് എന്നുള്ളത് വിച്ച് ഷോസ് പോയിന്റ് കനോട്ട് ബി അറ്റൈൻഡ്, അതായത് അൺഅറ്റൈനബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് കോമ്പിനേഷൻ ആണ് അത് കാണിക്കുന്നത്. ഇനി അതിന്റെ അകത്ത് കർവിന്റെ അകത്ത് ഒരു എഫ് എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. കർവിന്റെ ഉള്ളിൽ വരുന്ന പോയിന്റ് ആണ് അത്. ഇൻസഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അത് കാണിക്കുന്നത്. ഇനി പി പി സി എന്ന് പറയുമ്പോൾ അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആക്ച്വലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് അത് നിങ്ങൾക്ക് ആ ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാം. ആ താഴത്തോട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. അത് കൂടാതെ കോൺകേവ് ഷേപ്പ് ആണ് അതിനുള്ളത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻ കോൺകേവ് ഷേപ്പ്.
അപ്പം ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ അതായത് PPC-യുടെ കോൺകേവ് ഷേപ്പിനുള്ള കാരണം എന്താ വെച്ചാൽ റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഒരു യൂസിൽ നിന്ന് അടുത്ത യൂസിലേക്ക് റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് അതിന് കോൺകേവ് ഷേപ്പ് വന്നിരിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്. അപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസ്ഫോർമേഷൻ കർവ്. ട്രാൻസ്ഫോർമേഷൻ കർവ് എന്നുള്ളൊരു പേരുണ്ട്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ PPC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് ചോദിക്കാം. ഈ മൂന്ന് പേരും സെയിം ആണ്. അപ്പം ഏത് ചോദിച്ചാലും സെയിം ആൻസർ ആണ് എഴുതേണ്ടത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഫീച്ചേഴ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു. സ്ലോപ്സ് ഡൗൺവേർഡ്, PPC സ്ലോപ്സ് ഡൗൺവേർഡ്. അങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള റീസൺ പ്രൊഡക്ഷൻ ഓഫ് വൺ ഗുഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓൺലി ആഫ്റ്റർ സാക്രിഫൈസിങ് ദ പ്രൊഡക്ഷൻ ഓഫ് സം ക്വാണ്ടിറ്റി ഓഫ് അതർ ഗുഡ്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു ഗുഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതും സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ടാണ് PPC ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് കാണുന്നത്. ഇനി PPC കോൺകേവ് ടു ദി ഒറിജിൻ ആണെന്ന് പറയും. അടുത്തൊരു ഫീച്ചർ ആണ് PPC ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ. കോൺകേവ് ഷേപ്പിലാണ് PPC വരുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അതിന്റെ റീസൺ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് കൊണ്ട്. അത് കൂടാതെ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, MRT എന്ന് പറയും, മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് കോൺകേവ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ because of increasing marginal rate of transformation or increasing marginal opportunity cost. മാർജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സിൽ മാർജിനൽ മീൻസ് അഡീഷണൽ എന്നുള്ള മീനിങ് ആ. അപ്പം അഡീഷണൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് കൊണ്ടാണ് PPC കോൺകേവ് ഷേപ്പിൽ വന്നിട്ടുള്ളത്. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് വിച്ച് ഇസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഗുഡ് X ഗെയിൻഡ് ഇൻ ടേംസ് ഓഫ് ഗുഡ് Y ഗിവൺ അപ്പ്. ഈ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡിന്റെ പ്രൊഡക്ഷന് വേണ്ടി മറ്റൊരു ഗുഡ് സാക്രിഫൈസ് ചെയ്യുകയാണല്ലോ, അതാണ് മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഗുഡ് X ഗെയിൻഡ് ഇൻ ടേംസ് ഓഫ് ഗുഡ് Y ഗിവൺ അപ്പ്. ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ MRT മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് PPCക്ക് കോൺകേവ് ഷേപ്പ് വന്നിട്ടുള്ളത്. ഇനി PPCയുടെ സ്ലോപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈക്വൽ ടു ഡെൽറ്റ Y ബൈ ഡെൽറ്റ X. അതായത് ചേഞ്ച് ഇൻ Y ബൈ ചേഞ്ച് ഇൻ X. ചേഞ്ച് ഇൻ Y ബൈ ചേഞ്ച് ഇൻ X ആണ്. അതായത് ഡെൽറ്റ Y എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് ഗുഡ് Y ലോസ് ബൈ എമൗണ്ട് ഓഫ് ഗുഡ് X ഗെയിൻഡ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ളത്, ഒരെണ്ണം ലോസ്റ്റ് ആവുമ്പോൾ ഒരെണ്ണം ഗെയിൻ ചെയ്യുന്നു എന്നുള്ളത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓർ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ വിച്ച് ഈസ് ചേഞ്ച് ഇൻ X ബൈ ചേഞ്ച് ഇൻ Y. പിന്നെ PPCയിലേക്ക് ഒരു കാര്യം കൂടി ഉള്ളത്, ടെക്നോളജിക്കൽ ഗ്രോത്ത്. എക്കണോമിയിൽ ടെക്നോളജിക്കൽ ഗ്രോത്ത് വന്നു കഴിയുമ്പോഴാണ്, അപ്പൊ മാത്രമാണ് റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. റിസോഴ്സസിന് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ 3 കർവ് ഉണ്ട്. ഫസ്റ്റത്തെ കർവ് എന്ന് പറയുന്നത് P ഡാഷ് എന്നുള്ളതാണ് നമ്മുടെ PPC എന്ന് പറയുന്നത്. ഇനി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നു, ഇപ്പൊ പുതിയ ന്യൂ സ്റ്റോക്ക് ഓഫ് റിസോഴ്സസ് ഡിസ്കവർ ചെയ്തു, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ PPC ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്വേർഡ് ആയിട്ടായിരിക്കും. അതായത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് P1 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
P1 P1 dash എന്നുള്ള കർവാണ് which shows technological advancement or new stock of resources. ഇനിയിപ്പം എന്തെങ്കിലും കലാമിറ്റി മൂലോ എർത്ത് ക്വേക്ക് ഫയർ വാർ ഇങ്ങനത്തെ കാര്യങ്ങൾ മൂലം റിസോഴ്സസ് നശിച്ചു പോയി ഡിസ്ട്രോയിഡ് ആയി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ PPC കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്സ് അല്ലെങ്കിൽ ഡൗൺവേർഡ്സ് ഷിഫ്റ്റ് ചെയ്യും. അതാണ് P2 P2 ഡാഷ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. PPCയുടെ ഷിഫ്റ്റ് ഒറിജിനൽ ആയിട്ട് നമ്മൾ പറയുന്ന PPC എന്ന് പറയുന്നത് P ഡാഷ് എന്ന് കാണിച്ചിട്ടുള്ള ഫിഗറിൽ കാണിച്ചിട്ടുള്ള ആ കർവാണ്. ആ കർവ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. മുകളിലേക്കുള്ള ഷിഫ്റ്റ് കാണിക്കുന്നത് അവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായി അല്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് ഓഫ് റിസോഴ്സസിനെ കിട്ടി എന്നുള്ളത് കാണിക്കുന്നതാണ് അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡൗൺവേർഡ് ഷിഫ്റ്റ് അതായത് P2 P2 ഡാഷ് എന്നുള്ളത് കാണിക്കുന്നതാണ് നാച്ചുറൽ കലാമിറ്റിയോ ഒക്കെ മൂലം റിസോഴ്സസ് ഡിസ്ട്രോയിഡ് ആയി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ PPC ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ മീൻസ് ന്യൂ സ്റ്റോക്ക് ഓഫ് റിസോഴ്സസ് ഡിസ്കവേർഡ് ആൻഡ് ദർ ഇസ് അഡ്വാൻസ്മെന്റ് ഇൻ ദ ടെക്നോളജി, അതാണ് കാണിക്കുന്നത്. ഈ PPC എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ ആണ്. PPC ചോദിക്കുകയാണെങ്കിൽ ആദ്യം PPC എന്താന്നുള്ളത് പറയാ, അതിന്റെ അസംഷൻസ് എഴുതണം, പിന്നെ ആ ടേബിള് പിന്നെ കർവ് വരയ്ക്കണം. കർവ് വരച്ചിട്ട് കർവിൽ ഓരോ പോയിന്റ്സും ഓൺ ദ കർവിലുള്ള പോയിന്റ്സിന്റെ പ്രത്യേകത, ഇൻസൈഡ് ദ കർവിലുള്ള പോയിന്റ്, ഔട്ട്സൈഡ് ദ കർവ് ഒരു പോയിന്റ് വരണം. ആ പോയിന്റ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഷിഫ്റ്റ് ഇൻ PPCയിൽ വന്നിരിക്കുന്ന ഷിഫ്റ്റിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് PPC ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. മാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നോട്ട് ഷെയർ ചെയ്യാവോ? ചെയ്യാം. നിങ്ങക്ക് മനസ്സിലായോ പറഞ്ഞതൊക്കെ? എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ അധികം അങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാറില്ല, അതുകൊണ്ടാ ചോദിച്ചത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയൂ. മാം ക്ലാസ് കുഴപ്പമില്ല മാം. പിന്നെ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യം എക്സാം ഓറിയന്റഡ് തന്നെയാണ്. കാരണം കഴിഞ്ഞ സെമ്മില് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത് അതാണ്. എല്ലാം എടുത്ത് തീർക്കുന്നതിനോ അപ്പുറമായിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് കൂടുതൽ പറഞ്ഞു തരാണെങ്കിൽ അതായിരുന്നു കുറച്ചും കൂടി ഉപകാരം. ഓക്കെ. ഇത് മൊത്തമായിട്ട് പറഞ്ഞ് മൊഡ്യൂളിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താന്നുള്ളത് കൂടി നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതാണ് ഉദ്ദേശിച്ചത്. അതായത് വിത്തിൻ ടൈം മാമിന്റെ സൗകര്യം പോലെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തെടുക്കണമെന്ന് ഞങ്ങൾക്ക് തീരെ ആഗ്രഹമില്ല. ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചെയ്തു തരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇത് ഈ ആക്ച്വലി ഈ PPCയിലൊക്കെ എന്താ ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് എടുക്കണം എന്നില്ല, സമയം കളയണമെന്നില്ല. ആക്ച്വലി ആ PPTയില് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് ഈ ഒരു PPC എന്ന് പറഞ്ഞ പോയിന്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അതിൽ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അത് വലിച്ചു നീട്ടിയതല്ല, ആക്ച്വലി അത് അത്രയും വേണം. അത് വലിച്ചു നീട്ടിയതല്ല മാം ഉദ്ദേശിച്ചത്. ഞങ്ങള് ജസ്റ്റ് സജസ്റ്റും പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ വ്യാപ്തി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, മാമിനെ അറിയുള്ളൂ. ഞങ്ങളുടെ ആവശ്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാമെ വലിച്ചു നീട്ടിയിട്ടില്ലെങ്കിൽ അത് ഓക്കെയാണ്, കറക്റ്റ് ആണ്. കംപ്ലീറ്റ് ചെയ്തിട്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ വരുന്ന വഴിയിൽ നമ്മൾ മറ്റേ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളതൊക്കെ പറഞ്ഞു പോവാം. മതി മാം, അങ്ങനെ ചെയ്യാം.
ഹലോ മാം. ഹലോ ഹലോ, കേൾക്കണ്ടോ? ആ പറഞ്ഞു. മാം, ഇത് കുഴപ്പമില്ല. ആ. ഉദ്ദേശിച്ചത് സമയം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാലേ, അതായത് ആ. ഞങ്ങൾക്ക് മൊഡ്യൂളിൽ കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് പോവാണെങ്കിൽ കുറച്ചുകൂടെ, അതായത് മോഡൽ പേപ്പർ ഉണ്ടെങ്കിൽ അതുപോലെ പോവാണെങ്കിൽ കഴിഞ്ഞ എക്സാം ഒക്കെ കഴിഞ്ഞാൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്, അതിന് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ടെങ്കിൽ അതോടെ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഉദ്ദേശിച്ചത് അതാണ്. മനസ്സിലായി. അതപ്പോ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങക്ക് ഒരു സെഷൻ പോലെ പറയാം. അതെ, പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ വാസ്റ്റ് ആയിട്ട് പോകേണ്ട കാര്യങ്ങൾ ഇത്രയും പോകണ്ടാത്തതാണെങ്കിൽ, അതായത് ജസ്റ്റ് വായിച്ചു വിടേണ്ട കാര്യമാണെങ്കിൽ അത് കുറച്ചാലും കുഴപ്പമില്ല. അത് ഫുള്ളായിട്ട് അത് കവർ ചെയ്യണമെന്നില്ല. എഴുതി മീൻസ് വായിച്ചു പോകേണ്ട കാര്യങ്ങൾ മാത്രമാണെങ്കിൽ, പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇതിലുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണല്ലോ. അപ്പൊ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിയുള്ളത് വായിച്ച് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാണെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ, അതായത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണം. എലാബറേറ്റ് ചെയ്ത് വരില്ലേ? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ അങ്ങനെ നമുക്ക് നോക്കാം. അറ്റൻഡൻസ് ആദർശ്, Present, ma'am. അജയ് കുമാർ, Present.